നമ്മൾ പോകുന്നത് ചില നൃത്ത വിശേഷങ്ങളിലേക്കാണ്. ശാസ്ത്രീയ നൃത്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു നർത്തകിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ജാനറ്റ് ജെയിംസ്. ചെറുപ്രായം മുതൽ കലാരംഗത്ത് സജീവമായി നർത്തകിക്ക് ഭരതനാട്യവും മോഹിനിയാട്ടവും മാത്രമല്ല ഏകാംഗ അഭിനയവും പഴകി. ഇത് ജാനറ്റ് ജെയിംസ്. കണ്ണൂർ തളിപ്പറമ്പ് പുഴക്കുളങ്ങരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ജാനറ്റ് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് കലാജീവിതത്തിൽ ചുവടുറപ്പിച്ചത്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ യുവജനോത്സവത്തിൽ വളരെ സജീവമായിരുന്നു. അതിനുശേഷം ഞാൻ കലാക്ഷേത്രയിൽ എൻ്റെ നൃത്തത്തിൻ്റെ ഉപരിപഠനത്തിനായി പോയി. അവിടെ ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ ചെയ്തു. എന്നിട്ട് MA ഭരതനാട്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഞാൻ കലാക്ഷേത്രയിൽ വർക്ക് ചെയ്തു. ഒരു 3-4 വർഷം അവിടെ വർക്ക് ചെയ്തു. കുറേ കാലങ്ങളായിട്ട് കലാക്ഷേത്രയുടെ കൂടെയും അല്ലാതെ ഇൻഡിവിജ്വലായിട്ടും നൃത്തരംഗത്ത് തന്നെ ഉണ്ട്. ഒരുപാട് പെർഫോമൻസസ് ചെയ്യുന്നുണ്ട്. ഇനി തുടർന്നും അത് തന്നെയാണ് ആഗ്രഹം. അമ്മയിൽ നിന്നായിരുന്നു നൃത്തകലകളിൽ ആദ്യ പാഠം. ജീവിത പങ്കാളിയായി എത്തിയതാകട്ടെ നർത്തകൻ യദു. കുടുംബത്തിന്റെ പിന്തുണയിൽ നിശാഗന്ധി നൃത്തോത്സവത്തിൽ ജാനറ്റ് നിറഞ്ഞാടി. ഒബ്വിയസ്ലി എൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിപ്പം കല്യാണം കഴിച്ചിരിക്കുന്നത് ഡാൻസർ തന്നെയാണ്. സോ യദു എന്നാണ് പേര്. അപ്പം തീർച്ചയായിട്ടും അതേപോലെ തന്നെ അമ്മ തരുന്ന അതേ സപ്പോർട്ട് ഇപ്പോഴും എനിക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ 2 ഫാമിലി ആണെങ്കിലും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലും സാന്നിധ്യം അറിയിച്ച ജാനറ്റിന് സ്വപ്ന സാഫല്യമാണ് നിശാഗന്ധി നൃത്തോത്സവം. നൃത്തത്തിൽ ഉപരിപഠനം തുടർന്ന് രാജ്യത്താകെ അറിയപ്പെടുന്ന ഒരു നർത്തകിയായി മാറണം. ഈ ആഗ്രഹവുമായാണ് ജാനറ്റ് തലസ്ഥാനത്തിന് വിട പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു നൃത്ത സ്ഥാപനം തുടങ്ങണം. എൻ്റെ അമ്മയ്ക്കുണ്ട്, പക്ഷേ എനിക്ക് എൻ്റേതായിട്ട് തുടങ്ങണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതല്ലാതെ നൃത്തവേദികൾ ഇനി ഒരുപാട് ചെയ്യണം. ഒരു തുടക്കക്കാരി മാത്രമാണ് ഞാൻ. അതുകൊണ്ട് ഇനിയും ഒരുപാട് വേദികൾ ഇനിയും ചെയ്യാനുണ്ട്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് PhD അങ്ങനെയുള്ള പഠനപരമായിട്ട് നൃത്തത്തിൻ്റെ കൂടുതലും അങ്ങനെ അതും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ രീതിയിലും നൃത്തരംഗത്ത് തന്നെ സജീവമാവാനാണ് ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം.